ഞാനിപ്പോ ചൈന എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിന്റെ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ചൈനയില് സ്വകാര്യ മേഖലയുടെ കയ്യിലാണ് അവിടുത്തെ ആകെ സമ്പത്തിന്റെ 60% ഇരിക്കുന്നത്. ഉദാഹരണത്തിന് ആയുധം ഉണ്ടാക്കുക. ഇപ്പൊ നമ്മളിവിടെ സർക്കാരിന്റെ കമ്പനിയിലെ 6 കമ്പനികൾ ആയുധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. 12 സ്വകാര്യ കമ്പനികൾ ഇന്ത്യയിൽ ആയുധം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഈ കറാച്ചി മുതൽ ചൈന വരെയുള്ള ഭാഗം നിരത്തി ബോംബിട്ട് കത്തിച്ച് ചാമ്പലാക്കിയ സാധനം ഡ്രോണുകളാണ്. ഈ ഡ്രോൺ ഉണ്ടാക്കിയത് നമ്മുടെ അദാനിയാണ്. ഒരാളും മിണ്ടുന്നില്ലല്ലോ. അദാനി ആണ് ഡ്രോൺ ഉണ്ടാക്കിയതെന്നും അദാനിയുടെ ഡ്രോണാണ് പാകിസ്ഥാന്റെ മുഴുവൻ സ്ഥലങ്ങളിൽ ചുട്ട് ചാമ്പലാക്കിയതെന്നും ഈ ഡ്രോണിന് റഡാറിനെ വെട്ടിക്കാനുള്ള കഴിവുണ്ടെന്നൊന്നും ഒരു പത്രക്കാരനും എഴുതുകയല്ല, ഒരു ചാനലും മിണ്ടുകയല്ല. എല്ലാവരും അദാനിക്കെതിരാ. ഈ അദാനി ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ചൈന കൊടുത്തിരുന്ന മുഴുവൻ റോക്കറ്റുകളും ഡ്രോണുകളും മിസൈലുകളും ഇന്ത്യയുടെ മണ്ണിനകത്ത് വന്ന് വീഴുമായിരുന്നു. സത്യം പറഞ്ഞാൽ അദാനിയുടെ ഡ്രോണുകളാണ് നമ്മളെ രക്ഷിച്ചത് എന്ന് പറയുന്നതാണ് ശരി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാങ്കേതികമായിട്ടുള്ള വളർച്ച, ആയുധപരമായിട്ടുള്ള വളർച്ച വരുമ്പോൾ ചൈനയിലേക്ക് നോക്കൂ. ചൈനയിൽ ആയുധം നിർമ്മിക്കുന്ന 1000-ലേറെ സ്വകാര്യ കമ്പനികളുണ്ട്. 1000-ലേറെ സ്വകാര്യ കമ്പനികൾ ചൈനയിലുണ്ട്. അപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഉള്ള പുരോഗതിയും വളർച്ചയും എന്നൊക്കെ പറയുമ്പോൾ അത് സ്വകാര്യ മേഖലയുടെ സംഭാവനയാണ്. 1990 ശേഷം ഡെങ് സിയാവോപിങ്ങിന്റെ ഒക്കെ ആ ഒരു കാലഘട്ടത്തിന് ശേഷം മുതലാളിത്തത്തിലേക്ക് മാറിയ, സ്വകാര്യ മൂലധന സിദ്ധാന്തത്തിലേക്ക് മാറിയ ചൈനയാണ് ലോകത്ത് വലിയ സാമ്പത്തിക ശക്തിയായിട്ട് ഇത് മാറിയത്. എങ്കിൽ ഭാരതം 1990 ശേഷം നരസിംഹറാവുവിന്റെ ഉദാരവൽക്കരണത്തിന് ശേഷമാണ് ആ പാതയിലേക്ക് മാറുന്നത്. പക്ഷെ BJP വരുന്നത് വരെ ഇവിടെ ഒന്നും സമ്മതിക്കുമായിരുന്നില്ല. ഇപ്പൊ അദാനിക്ക് തുറമുഖം കൊടുത്തു, അദാനിക്ക് വിമാനത്താവളം കൊടുത്തു. ഇതൊക്കെ BJP വന്നില്ലായിരുന്നുവെങ്കിൽ സംഭവിക്കുന്ന കാര്യമല്ല. കോൺഗ്രസ്സുകാരന്റെ ബോസായിട്ട് ബുദ്ധിപരമായി നിലനിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനും കൂടെ ചേർന്ന് ഇവരെ മുഴുവൻ നശിപ്പിക്കുകയായിരുന്നു. ആർക്കു വേണ്ടി നശിപ്പിക്കുകയായിരുന്നു? വിദേശിക്ക് വേണ്ടി. നമ്മുടെ പഞ്ചപാപം AK ആന്റണി ഉണ്ടല്ലോ, അദ്ദേഹം 10 കൊല്ലം പ്രതിരോധ സ്ഥാനത്തിരുന്ന കാലത്ത്, കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസും കൂടെ ഒന്നിച്ച് ഭരിച്ചിരുന്ന കാലത്ത്, ഒരു ബുള്ളറ്റ് പ്രൂഫിന്റെ ജാക്കറ്റ് മേടിക്കാൻ, ഒരു ഷൂസ് മേടിക്കാൻ സമ്മതിക്കലായിരുന്നു. കാരണം മേടിച്ചാൽ അപകടമാണ്, അഴിമതി ഉണ്ടാകും, ആന്റണിയുടെ സൽപ്പേര് പോകും. അതുപോലെ കാശില്ല, വിമാനം മേടിക്കാൻ, ബോംബ് മേടിക്കാൻ, മിസൈൽ മേടിക്കാൻ കാശില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടമുണ്ട്. നരേന്ദ്രമോദി വന്നപ്പോ കാശുണ്ടായി, മേടിച്ചു എന്ന് മാത്രമല്ല, ഇപ്പൊ 100-ലധികം രാജ്യങ്ങളിലേക്ക് നമ്മുടെ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നു. ഞാനിത് പറയാൻ കാരണം, ആയുധം ഇറക്കുമതി ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചു കൊണ്ടിരുന്ന രാജ്യമായ ഭാരതം ഇന്ന് ആയുധങ്ങൾ 100-ലധികം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തുകൊണ്ട് സ്വകാര്യ മേഖലയ്ക്ക് അവിടെ സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് വലിയ മുന്നേറ്റം ഉണ്ടാക്കുമ്പോൾ ഇന്ത്യയുടെ 2 രീതിയിലുള്ള സാമ്പത്തിക മുന്നേറ്റമാണ് അവിടെ ഉണ്ടാകുന്നത്. ഒന്ന്, ലക്ഷക്കണക്കിന് കോടി രൂപ കൊടുത്ത് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന ആയുധങ്ങൾക്ക് വേണ്ടിയുള്ള ചെലവ് നമ്മൾ വെട്ടിച്ചുരുക്കി. 2, നമ്മളിപ്പോ 50,000 കോടി രൂപയുടെ ആയുധങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തു. നമ്മുടെ കയ്യിൽ നിന്ന് ആയുധം മേടിക്കുന്ന ആരാ? അമേരിക്ക, ഫ്രാൻസ്, ബ്രിട്ടൻ, റഷ്യ അടക്കമുള്ള ലോകത്തെ വൻശക്തി രാഷ്ട്രങ്ങൾ മുഴുവൻ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ഇപ്പൊ ആയുധം മേടിക്കുകയാണ്. ഞാനിതൊക്കെ പറയുന്നത്, ഇതൊക്കെ ഇന്ത്യയുടെ സാമ്പത്തിക കുതിപ്പിന് വളരെയേറെ സപ്പോർട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. വളരെയേറെ സാമ്പത്തികം നമുക്ക് ഉണ്ടാക്കി തന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിലെടുത്ത ധീരമായ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ സാമ്പത്തികമായിട്ടുള്ള വലിയ കുതിച്ചുചാട്ടം നടത്തിയത്. ഈ കുതിച്ചുചാട്ടം തുടരും. അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ ജർമ്മനി, ഇന്നിപ്പോൾ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ജർമ്മനിയെയും കൂടെ പിന്തള്ളി ഭാരതം 3-ാം സ്ഥാനത്തേക്ക് വരും. അതായത് നരേന്ദ്രമോദിയുടെ ഈ 3-ാമത്തെ ടേമില് അദ്ദേഹത്തിന്റെ ഭരണം പൂർത്തിയാകുന്നതിന് മുൻപ് ഇന്ത്യ ലോകത്തെ 3-ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറുകയും ചെയ്യും. അപ്പോ ഇത്തരം കാര്യങ്ങളെ മറ്റു മീഡിയ മറച്ചു വെക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അവർക്കൊക്കെ പരസ്യം കൊടുത്ത് അവരെയൊക്കെ നിലനിർത്തുന്നതായ വിദേശ കമ്പനികളുടെ വഴികളിലൂടെ അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും ഫ്രാൻസും അടക്കമുള്ള വിദേശ സാമ്പത്തിക വൻശക്തികൾ ഇന്ത്യയുടെ വളർച്ചയിൽ അങ്ങേയറ്റം അസൂയാലുകളാണ്. അപ്പോൾ ഇന്ത്യയെ എങ്ങനെയൊക്കെ തകർക്കാമോ, എങ്ങനെയൊക്കെ താഴ്ത്തിക്കെട്ടാമോ അതിനാവശ്യമായ ലേഖനങ്ങളും അതിന്റെ വാർത്തകളും ഒക്കെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് മീഡിയയുടെ പ്രധാനപ്പെട്ട ദൗത്യം. അപ്പോ അതുകൊണ്ടാണ് ഈ കാര്യം ചർച്ച ചെയ്യപ്പെടാത്തത്. തീർച്ചയായിട്ടും നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് നിരന്തരമായി ചർച്ച ചെയ്യാൻ മാത്രം നിരവധി മേഖലകളുള്ള വലിയൊരു വിഷയമാണ്. ഒരു ഉദാഹരണത്തിന്, ഇന്ത്യയിലെ
പ്രതിരോധ ഉൽപ്പന്നം അല്ലെങ്കിൽ ഇന്ത്യയുടെ ആയുധ നിർമ്മാണം, ഈ വിഷയം തന്നെ ഒരു വലിയ വിഷയമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പത്രം എന്നോട് ആവശ്യപ്പെട്ടു ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു ലേഖനം കൊടുക്കണമെന്ന് പറഞ്ഞു. അവര് സൺഡേ സപ്ലിമെന്റ് ആയിട്ട് അത് ഭയങ്കര ലേഖനമായിട്ട് കൊടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇതിന്റെ 2ാം ഭാഗം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, ഞാൻ അയച്ച ലേഖനം 2ആയിട്ട് മുറിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള വിഷയം നമ്മുടെ കയറ്റുമതി ഇറക്കുമതി, അമേരിക്കയുടെ സാമ്പത്തിക തകർച്ച. ഇതൊന്നും ആരും പറയുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞു അമേരിക്കയുടെ ഇറക്കുമതി എന്ന് പറയുന്നത് കൂടിയിരിക്കുന്നു, കയറ്റുമതി കുറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 1919 ശേഷമുള്ള കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലഘട്ടത്തിനിടയിൽ അമേരിക്ക ഏറ്റവും വലിയ സാമ്പത്തിക ക്രൈസിസിനെ നേരിടുകയാണ്. സാമ്പത്തികമായിട്ട് കുത്തുവാള എടുത്ത് നിൽക്കുന്ന രാജ്യമാണ് അമേരിക്ക. അതുകൊണ്ടാണ് ട്രംപിന് വട്ടുപിടിച്ച് ഓടി നടന്ന് പിച്ചും പേയും ഒക്കെ പറയുന്നത്. ഇത്തരം കാര്യങ്ങളൊന്നും ഇവിടെ ചർച്ചയില്ലല്ലോ. ഞാൻ പറയുന്നത് ഇതുപോലെ ഓരോ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ മാത്രം വലിയ സാമ്പത്തിക ആഘാതം ഭാരതം മറ്റു രാജ്യങ്ങളുടെ മേലെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇപ്പൊ ട്രംപ് പറഞ്ഞല്ലോ നമുക്കെതിരെ തീരുവ യുദ്ധം നടത്തട്ടെ. ഇന്ത്യക്കെതിരെ തീരുവ യുദ്ധം നടത്തി പിടിച്ചു നിൽക്കാനുള്ള ശേഷിയൊന്നും ഇന്ന് അമേരിക്കയ്ക്കില്ല. മന്തുകാല് കാണിച്ച് പേടിപ്പിക്കുകയാണ് അമേരിക്ക. അതൊക്കെ മോദിക്ക് മനസ്സിലായി. അതുകൊണ്ട് പുല്ലുപോലെയാണ് വകവച്ചിരിക്കുന്നത്. അതായത് ട്രംപിന്റെ ഭീഷണിയെ ഭാരതം പുല്ലുപോലെയാണ്. എന്നാ നീ അന്നോട്ട് ഉപരോധം ഏർപ്പെടുത്ത്. ഇപ്പൊ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം കൂടി ഞാൻ മുൻകൂട്ടി പറയാം. ഇത് മീഡിയ മൂടി വെച്ചിരിക്കുന്ന ഒരു വലിയ രഹസ്യമാണ്. കഴിഞ്ഞ ദിവസം ട്രംപും നമ്മുടെ അവിടുത്തെ ഏറ്റവും വലിയ വ്യവസായിയായിട്ടുള്ള ടെസ്ലയുടെ മുതലാളി ഉണ്ടല്ലോ, ടെസ്ലയുടെ മുതലാളിയുമായിട്ട് ട്രംപ് ഉടക്കിയിട്ട് അയാളോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിച്ച് ഇവിടെ വിൽക്കാൻ പറ്റുമെങ്കിൽ കച്ചവടം നടത്തിയാൽ മതി, വിദേശത്ത് ഉൽപ്പാദിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇയാൾ എന്താ മറുപടി പറഞ്ഞതെന്നറിയാമോ? ട്രംപിന്റെ കമ്മിറ്റിക്കകത്ത് ഇരുന്നിട്ട് കമ്മിറ്റി ബഹിഷ്കരിച്ച് ഇയാൾ എഴുന്നേറ്റ് പോയി. വാച്ച് നോക്കിയിട്ട് പറഞ്ഞു എനിക്ക് എന്റെ സമയം കഴിഞ്ഞു, ഇനി കൂടുതൽ ചർച്ചയ്ക്കൊന്നും താല്പര്യമില്ല, ഞാൻ പോകാന്നും പറഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റിന്റെ മീറ്റിങ്ങിനകത്ത് നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോ എന്നിട്ട് അയാളിന്റെ അടുത്ത നീക്കം എന്താണെന്നറിയാമോ? അയാൾ അമേരിക്കൻ പൗരത്വം ഉപേക്ഷിക്കും. അമേരിക്കൻ പൗരത്വം ഉപേക്ഷിച്ച് ഇന്ത്യ വന്ന് അയാൾ താമസിക്കും. ഇന്ത്യയില് ഉൽപാദനം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ട്രംപ് മൂത്രം ഒഴിച്ചുകൊണ്ട് ഇവന്റെ പുറകെ വരും. ദയവായി അമേരിക്ക തിരിച്ചു വരണമെന്ന് പറയും. ഞാനിത് പറയുന്നത് വെറുതെ ഒരു സ്വപ്നമൊന്നുമല്ല. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ബ്രിട്ടനിൽ നിന്ന് 24,000 വ്യവസായികളാണ് പൗരത്വം ഉപേക്ഷിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് പോയത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ബ്രിട്ടനിൽ ഒരു പ്രത്യേക സൗകര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ അശോക് ലൈലാൻഡ് എന്നൊക്കെ പറയുന്ന ലോറി ബസ്സൊക്കെ ഉണ്ടല്ലോ, അതിന്റെയൊക്കെ ഉടമസ്ഥരായിട്ട് ഹിന്ദുജ ഗ്രൂപ്പ്, പേര് കേൾക്കുന്ന പോലെ തന്നെ ഹിന്ദുക്കളാണ്. 4 ഹിന്ദു സഹോദരന്മാരാ, ബാലകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞ അസൽ കേട്ടാ എല്ലാം മലയാളി പേര് തന്നെയാണ്. അവരവിടുത്തെ ഏറ്റവും വലിയ സമ്പന്നരായി. അപ്പോ ബ്രിട്ടന് കടിമൂത്തു. നേരത്തെ പറഞ്ഞ പോലെ കുരുപൊട്ടി. അതിന് അവരെന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ബ്രിട്ടനിൽ താമസിക്കുന്ന കോടീശ്വരന്മാര് ബ്രിട്ടനിൽ നടത്തുന്ന ബിസിനസ്സിന് മാത്രം നികുതി അടച്ചാൽ പോരാ, ബ്രിട്ടന് പുറത്ത് ലോകത്ത് എവിടെ അവരെന്ത് ബിസിനസ് നടത്തിയാലും അതിന് മുഴുവൻ നികുതി ബ്രിട്ടനിൽ അടയ്ക്കണം എന്ന നിയമം കൊണ്ടുവന്നു. ഇവന്റെയൊക്കെ വകതിരിവ് നോക്കണം. ആ നിയമം കൊണ്ടുവന്നപ്പോ ആദ്യം വ്യവസായികൾ ഞെട്ടി. അപ്പൊ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഓർത്തു ഇവനൊക്കെ പെട്ടുന്ന്. സംഭവിച്ചെന്താണെന്നറിയാമോ? കൂടും കൊടുക്കെ അടച്ച് 24,000 വ്യവസായികൾ ബ്രിട്ടനിൽ നിന്ന് സ്ഥലം വിട്ടു. ഇനിയിപ്പോ ഇയാൾ സ്ഥലം വിടാൻ പോവുകയാണെങ്കിൽ എങ്ങോട്ടായിരിക്കും പോകുന്നത്? ഇന്ത്യയിലേക്കായിരിക്കും വരുന്നത്. അപ്പോ അങ്ങനെയുള്ള ഒരു വലിയ മാറ്റം. ഞാൻ കേട്ട വാർത്ത, അയാൾ ഇന്ത്യയിലേക്ക് വരുന്നു, ബോംബെ ആസ്ഥാനമാക്കിക്കൊണ്ട് ഹിന്ദുജ ഗ്രൂപ്പ് പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നു, അതിന് വേണ്ട പിന്തുണ ഇന്ത്യയിൽ നിന്ന് കിട്ടാൻ പോകുന്നു. അപ്പോ ബ്രിട്ടന്റെ സാമ്പത്തികാവസ്ഥ വീണ്ടും പരിഗണനയിലാവും. ഹിന്ദുജ ഗ്രൂപ്പിനെയൊക്കെ കൈയൊഴിഞ്ഞാൽ, അതായത് ബ്രിട്ടനിലെ ഏറ്റവും വലിയ സമ്പന്നരായിട്ടുള്ള ബ്രിട്ടീഷ് രാജ്ഞിയേക്കാൾ കൂടുതൽ വരുമാനമുള്ള ഹിന്ദുജ ഗ്രൂപ്പിനെ എങ്ങാനും പുറത്താക്കിയാൽ ബ്രിട്ടൻ മുട്ടുകുത്തി വീഴും. അപ്പൊ അമേരിക്ക വീഴും, ബ്രിട്ടൻ വീഴും. ഇവരുടെയൊക്കെ വിഷമം അതല്ല, വീഴുന്നത് എങ്ങോട്ടാണ്? നരേന്ദ്രമോദിയുടെ മുന്നിലേക്കാണ് ഇവൻ കമന്നടിച്ച് വീഴാൻ പോകുന്നത്. കാരണം ഇവരെയൊക്കെ ഇരു കൈ നീട്ടി സ്വീകരിക്കാൻ പോവാണ്.